ബി.ജെ.പി. അവണിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് തുറന്നു. പുതിയ കാര്യാലയം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് ഉദ്ഘാടനം ചെയ്തു. കാരണം ഒരു 10 വർഷം മുമ്പത്തെ പാർട്ടിയല്ല ഇപ്പോഴത്തെ പാർട്ടി. 10 വർഷം മുമ്പ് നിങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിലെ ഭരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് ബി.ജെ.പിക്കുള്ളത്. ഇപ്പോ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ബൂത്ത് നമ്മുടെ പഞ്ചായത്തിലെ ബൂത്താണ്. തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ ഇപ്പൊ ഭരിക്കുന്ന പഞ്ചായത്ത് ഏക പഞ്ചായത്ത് അവണിശ്ശേരിയാണ്. ഈ അവകാശവാദങ്ങൾക്കെല്ലാം ഒരു 11 മാസത്തെ ആയുസേ ഉള്ളൂ. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ധാരാളം പഞ്ചായത്തുകൾ ഈ ജില്ലയിൽ ബി.ജെ.പി. ഭരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഈ അവകാശവാദത്തിനൊക്കെ ഒരു 11 മാസത്തെ ആയുഷ്യുണ്ട്. അങ്ങനെ വരുമ്പോ നിങ്ങൾ ഈ ജില്ലയിലെ ഒരുപാട് പഞ്ചായത്തുകളോട് മത്സരിക്കണം. ബി.ജെ.പി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി.ബി. ബബീഷ് അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.ആർ. ഹരി, ബി.ജെ.പി. ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി. നരേന്ദ്രൻ, ബി.ജെ.പി. പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി സുധീർ, പഞ്ചായത്ത് സമിതി സെക്രട്ടറി വൈശാഖ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, മെമ്പർമാരായ വൃന്ദ ദിനേശ്, സൂര്യ ശോഭി, സായ രാമചന്ദ്രൻ, രമണി നന്ദകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ ചാണാശ്ശേരി എന്നിവർ പങ്കെടുത്തു. ആനക്കല്ല് സെന്ററിൽ അമൃത ആർക്കേഡിലാണ് 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ബി.ജെ.പിയുടെ പുതിയ ഓഫീസ് തുറന്നത്. ഏറ്റവും വലിയ ശക്തിയുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തില്, നമ്മുടെ പഞ്ചായത്ത് പരിധിയില് ഏത് മുക്കിലും മൂലയിലും പ്രവർത്തകരുള്ള, എല്ലാ മേഖലയിലും സ്വാധീനമുള്ള ആദ്യത്തെ രാഷ്ട്രീയ കക്ഷിയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി അവണിശ്ശേരി പഞ്ചായത്ത്. കാലങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള കാര്യകർത്താക്കളും പ്രവർത്തകരുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലമായിട്ട് നമ്മൾ കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണം കഴിയാണ്. എല്ലാ വാർഡിലും നമ്മളൊരു നിർണായക ശക്തിയാണ്. നമ്മൾ ജയിച്ച വാർഡുകളായിക്കോട്ടെ, നമ്മൾ 2ാം സ്ഥാനത്തെത്തിയ വാർഡുകളായിക്കോട്ടെ, ഇനി 3ാം സ്ഥാനത്തെത്തിയ വാർഡുകളായിക്കോട്ടെ, നമ്മൾ അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തിയാണ്. എല്ലാ സമുദായ സംഘടനകളുടെ നേതൃത്വത്തിലും നമ്മുടെ കാര്യകർത്താക്കള്, നമ്മുടെ പ്രവർത്തകരുണ്ട്.